ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നതിന് ഡോഡ്ജിൻ്റെ ചാർജറാണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഡിക്കി നോട്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം നമുക്ക് 4 രീതിയിൽ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, വാഹനത്തിൻ്റെ ഈ ഡിക്കിയിലുള്ള സ്വിച്ച് വഴി നമുക്ക് ആക്റ്റീവ് ചെയ്തിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കും. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഡിക്കിക്കകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എമർജൻസി ലോക്ക് വെച്ചിട്ട് നമുക്ക് ഡിക്കി തുറക്കാൻ സാധിക്കും. ഇത് അതിൻ്റെ എമർജൻസി റിലീസാണ്. ഇനി അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ റിമോട്ട് വഴി നമുക്ക് തുറക്കാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ റിമോട്ടിൽ ഞാൻ കാണിച്ചു തരാം. റിമോട്ട് വഴി നമുക്ക് തുറക്കാൻ സാധിക്കും. ഇനി വാഹനത്തിൻ്റെ അകത്തുനിന്ന് ഒരു സ്വിച്ച് ഉണ്ട്, ഡിക്കി ഓപ്പൺ ആക്കുന്ന ഒരു സ്വിച്ച് വാഹനത്തിൻ്റെ അകത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് തുറക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ വാഹനത്തിൻ്റെ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ലോക്കായിരുന്നു മെയിനായിട്ട് വന്നിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്ക് നമുക്ക് ചെക്ക് ചെയ്യേണ്ട പ്രൊസീജിയറും കൂടിയുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ലോക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെയ്യേണ്ട ഒരു ഒരു ഡയഗ്നോസിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് കണ്ടല്ലോ, ഈ ലോക്കിൻ്റെ വയറിങ് നമ്മൾ ഇതേമാതിരി അഴിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ബൾബ് കൊടുത്തിട്ടുണ്ട്. ആ ബൾബ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആക്റ്റീവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടല്ലോ, ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സപ്ലൈ വരുന്നുണ്ട്. ഇങ്ങനെ സപ്ലൈ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. ഇതിപ്പം കറക്റ്റായിട്ട് സപ്ലൈയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എന്നാൽ ലോക്ക് വർക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വാഹനത്തിൽ നമ്മൾ ലോക്ക് മാറാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് തരത്തിലും സ്വിച്ച് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ സപ്ലൈയുടെ കാര്യത്തിൽ എല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ലോക്ക് മാറാനുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ലോക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. ലോക്കിന് കോമൺ ആയിട്ട് ഈ മോഡൽ വാഹനങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഒറിജിനൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്കിൻ്റെ ഒരു പാർട്ട് നമ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ വയറിംഗ് ഡയഗ്രാം, ഡിക്കി ലോക്കിൻ്റെ വയറിംഗ് ഡയഗ്രാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടിപ്പണിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.